ലോകം മുഴുവൻ പെട്രോളിനും സ്വർണത്തിനും പിന്നാലെ പോകുമ്പോൾ നിശബ്ദമായി വില കുതിച്ചു വരുന്ന മറ്റൊരു ലോഹമുണ്ട്, കോപ്പർ അഥവാ ചെമ്പ്. ഭാവിയിലെ പുതിയ എണ്ണ അഥവാ ദ ന്യൂ ഓയിൽ എന്നാണ് സാമ്പത്തിക വിദഗ്ധർ കോപ്പറിനെ ഇപ്പോൾ വിളിക്കുന്നത്. എന്തുകൊണ്ടാണ് ലോകം മുഴുവൻ കോപ്പറിന് പിന്നാലെ ഇങ്ങനെ പായുന്നത്? വെൽക്കം ടു ജിയോജി സ്പോട്ട്ലൈറ്റ്. ഒരു കാലത്ത് വെറുമൊരു സാധാരണ ഇൻഡസ്ട്രിയൽ മെറ്റൽ മാത്രമായിരുന്ന കോപ്പർ ഇന്ന് 21-ാം നൂറ്റാണ്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ട്രാറ്റജിക് റിസോഴ്സായി മാറിയിരിക്കുകയാണ്. നമ്മുടെ വീടുകളിലെ വയറിംഗ് മുതൽ ഇലക്ട്രിക് വെഹിക്കിൾസ്, റിന്യൂവബിൾ എനർജി, എന്തിനു പറയുന്നു ആധുനിക AI ഡാറ്റ സെൻട്രൽ വരെ കോപ്പർ അത്യന്താപേക്ഷിതമാണ്. ഈ ഡിമാൻഡ് കോപ്പർ വില റെക്കോർഡ് ഉയരങ്ങളിലേക്കാണ് എത്തിച്ചിരിക്കുന്നത്. ഇതിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ലോകം മുഴുവൻ ഗ്രീൻ എനർജിയിലേക്കും ഡിജിറ്റൽ സാങ്കേതിക വിദ്യയിലേക്കും മാറുകയാണ്. ഈ മാറ്റത്തിൻ്റെ പ്രധാനപ്പെട്ട നട്ടെല്ല് കോപ്പറാണ്. ഡിമാൻഡ് കൂടാനുള്ള പ്രധാന കാരണങ്ങൾ പരിശോധിക്കാം. നമ്പർ 1, ഗ്രീൻ എനർജി ആൻഡ് EVs. സോളാർ പാനലുകൾ, വിൻഡ് ടർബൈൻസ്, ഇലക്ട്രിക് വാഹനങ്ങൾ എന്നിവയ്ക്ക് സാധാരണയേക്കാൾ വളരെ കൂടുതൽ കോപ്പർ ആവശ്യമാണ്. 2030 ആകുമ്പോഴേക്കും ആഗോള കോപ്പർ ഉപയോഗത്തിൻ്റെ 20 മുതൽ 25% വരെ വരുന്നത് ഈ ഗ്രീൻ എനർജി റവല്യൂഷനിൽ നിന്നായിരിക്കും. നമ്പർ 2, ഇൻഫ്രാസ്ട്രക്ചർ. നഗരങ്ങൾ വളരുമ്പോൾ വയറിംഗ്, പ്ലംബിംഗ്, ടെലികോം എന്നിവയ്ക്കായി വൻതോതിൽ കോപ്പർ വേണം. ഇപ്പോഴും കോപ്പർ ഡിമാൻഡിൻ്റെ 25% വരുന്നത് കൺസ്ട്രക്ഷൻ മേഖലയിൽ നിന്നാണ്. നമ്പർ 3, ഡിജിറ്റലൈസേഷൻ. സ്മാർട്ട് ഫോൺ മുതൽ 5G നെറ്റ്വർക്കുകളും ഡാറ്റാ സെന്ററുകളും വരെ പ്രവർത്തിക്കുന്നത് കോപ്പറിന്റെ പിൻബലത്തിലാണ്. ലോകത്തെ കോപ്പർ ഖനനം ചില രാജ്യങ്ങളിൽ മാത്രമായി ഒതുങ്ങി നിൽക്കുകയാണ്. ഇതിൽ ഏറ്റവും വലിയ ട്വിസ്റ്റ് എന്താണെന്നോ, ഖനനം എവിടെ നടന്നാലും ലോകത്തെ 60% കോപ്പർ സ്മെൽറ്റിങ്ങും റിഫൈനിങ്ങും നടക്കുന്നത് ചൈനയിലാണ്. ഇത് ഗ്ലോബൽ സപ്ലൈ ചെയിനിൽ ചൈനയ്ക്ക് വലിയ ആധിപത്യം നൽകുന്നു. കൂടാതെ പുതിയൊരു കോപ്പർ മൈൻ കണ്ടെത്തി പ്രൊഡക്ഷൻ തുടങ്ങാൻ ഏകദേശം 10 മുതൽ 20 വർഷം വരെ സമയമെടുക്കും. നിലവിലുള്ള മൈനുകളിൽ കോപ്പർ ക്വാളിറ്റി കുറയുന്നതും പരിസ്ഥിതി പ്രശ്നങ്ങളും സപ്ലൈ കുറയാൻ കാരണമാകുന്നുണ്ട്. കോപ്പർ റീസൈക്ലിംഗ് നടക്കുന്നുണ്ടെങ്കിലും ഡിമാൻഡ് മീറ്റ് ചെയ്യാൻ അത് മാത്രം പോരാതെ വരുന്നു. ഇന്ത്യയുടെ കാര്യമെടുത്താൽ ഇവിടെ കോപ്പർ ഡിമാൻഡ് വർഷം തോറും 8 മുതൽ 10% വെച്ച് അതിവേഗം വളരുകയാണ്. പക്ഷേ പ്രശ്നം അതല്ല. നമുക്ക് ആവശ്യമുള്ളതിൻ്റെ വെറും 8 മുതൽ 10% മാത്രമാണ് ഇന്ത്യയിൽ ഉൽപ്പാദിപ്പിക്കുന്നത്. ബാക്കി 90% നമ്മൾ ചിലി, ഇന്തോനേഷ്യ, പെറു എന്നീ രാജ്യങ്ങളിൽ നിന്നും ഇമ്പോർട്ട് ചെയ്യുകയാണ്. ഭാവിയിൽ ഇമ്പോർട്ട് കുറച്ച് സ്വന്തമായി കോപ്പർ ഉൽപ്പാദിപ്പിക്കുക എന്നത് ഇന്ത്യയെ സംബന്ധിച്ച് ഒരു വലിയ സ്ട്രാറ്റജിക് ആയ ആവശ്യമാണ്. 2030 വരെ കോപ്പർ ഒരു സ്ട്രക്ചറൽ ബുൾ മാർക്കറ്റിലായിരിക്കുമെന്നാണ് ഈ മേഖലയിലെ വിദഗ്ധർ വിലയിരുത്തുന്നത്. അതായത് സപ്ലൈ കുറയുകയും ഡിമാൻഡ് കൂടുകയും ചെയ്യുന്നതുകൊണ്ട് കോപ്പർ വില ഉയർന്ന നിലയിൽ തന്നെ തുടരാനാണ് സാധ്യത. സാമ്പത്തിക മാന്ദ്യമോ ജിയോ പൊളിറ്റിക്കൽ പ്രശ്നങ്ങളോ വരുമ്പോൾ ചെറിയ വിലമാറ്റങ്ങൾ ഉണ്ടായേക്കാം. എങ്കിലും ലോങ് ടേമിൽ കോപ്പർ ഒരു മികച്ച കമ്മോഡിറ്റി ഇൻവെസ്റ്റ്മെന്റ് തീമായി തന്നെ തുടരും. ചുരുക്കത്തിൽ പറഞ്ഞാൽ ലോകം മുഴുവൻ ക്ലീൻ എനർജിയിലേക്കും സ്മാർട്ട് സിറ്റികളിലേക്കും മാറുമ്പോൾ ആ മാറ്റത്തിൻ്റെ അടിത്തറ ഈ ചുവന്ന ലോഹമായിരിക്കും. ദ ഫ്യൂച്ചർ ഓഫ് ഇലക്ട്രിഫിക്കേഷൻ വിൽ ബി ബിൽറ്റ് ഓൺ കോപ്പർ എന്ന് പറയുന്നത് വെറുതെയല്ല. സ്വർണത്തിലും വെള്ളിയിലും നിക്ഷേപിക്കുന്നത് പോലെ അത്ര പരിചിതമല്ല കോപ്പർ ഇൻവെസ്റ്റ്മെൻറ്റ്. സ്റ്റോക്ക് മാർക്കറ്റ് വഴി കോപ്പറിൽ നിക്ഷേപിക്കാൻ വളരെ എളുപ്പമുള്ള 4 വഴികളുണ്ട്. അവ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തെയും ഏറ്റവും എളുപ്പമുള്ളതുമായ വഴി കോപ്പർ ബിസിനസ് ചെയ്യുന്ന കമ്പനികളുടെ ഷെയറുകൾ വാങ്ങുക എന്നതാണ്. ഇവയ്ക്ക് പുറമെ കോപ്പർ വയറുകളും കേബിളുകളും ഉണ്ടാക്കുന്ന കമ്പനികളുടെ ഓഹരികളും പരിഗണിക്കാം. രണ്ടാമത്തെ വഴി ETF-കളാണ്. സ്വർണത്തിന് ഗോൾഡ് ETF ഉള്ളതുപോലെ ഇന്ത്യയിൽ കോപ്പറിന് മാത്രമായി ഒരു ETF ഫണ്ട് നിലവിലില്ല. എന്നാൽ ഇതിനൊരു പകരക്കാരനുണ്ട്. അതാണ് നിഫ്റ്റി മെറ്റൽ ETFs. ഇവർ പണം നിക്ഷേപിക്കുന്നത് വലിയ മെറ്റൽ കമ്പനികളിലാണ്. അതിനാൽ നേരിട്ട് ഷെയർ വാങ്ങാൻ താല്പര്യമില്ലാത്തവർക്ക് ഈ വഴി തിരഞ്ഞെടുക്കാം. മൂന്നാമത്തെ വഴി കമ്മോഡിറ്റി മാർക്കറ്റ് അഥവാ MCX ആണ്. കോപ്പറിൻ്റെ ആഗോള വിലയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളിൽ നിന്ന് നേരിട്ട് ലാഭമുണ്ടാക്കാൻ ഇതുവഴി സാധിക്കും. പക്ഷേ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, ഇത് ദീർഘകാല നിക്ഷേപകർക്കുള്ളതല്ല. ഇത് കുറച്ചുകൂടി റിസ്ക് ഉള്ള ട്രേഡിംഗ് ആണ്. മാർക്കറ്റ് നന്നായി അറിയാവുന്ന ആക്റ്റീവ് ട്രേഡർമാർക്ക് മാത്രമുള്ളതാണ് ഈ ഓപ്ഷൻ. നാലാമത്തെ വഴി ഗ്ലോബൽ ഫണ്ടുകളാണ്. അന്താരാഷ്ട്ര മാർക്കറ്റിലെ കോപ്പർ ഫണ്ടുകളിൽ വേണമെങ്കിൽ തേർഡ് പാർട്ടി ആപ്പുകൾ ഉപയോഗിച്ച് നിങ്ങൾക്ക് നിക്ഷേപിക്കാം. ഏത് കമ്പനി തിരഞ്ഞെടുക്കണം എന്നതിനെക്കുറിച്ചോ നിക്ഷേപങ്ങളെക്കുറിച്ചോ നിങ്ങൾക്ക് കൂടുതൽ അറിയണമെങ്കിൽ ജിയോജിത്തുമായി ബന്ധപ്പെടാവുന്നതാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെന്ന് കരുതുന്നു. ഇൻവെസ്റ്റ്മെന്റ് ലോകത്തെ ഇത്തരം പുത്തൻ അറിവുകൾക്കും മാർക്കറ്റ് അപ്ഡേറ്റുകൾക്കുമായി ജിയോജി സ്പോട്ട്ലൈറ്റ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.